കാസർഗോഡ് ജില്ലയിലെ ഓക്സിജൻ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് ഇന്നും പ്രവർത്തനരഹിതം. ചട്ടഞ്ചാലിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്ലാന്റിനായി നിർമ്മിച്ച കെട്ടിടം ഇന്ന് ആരോരുമില്ലാതെ തകർച്ചയുടെ വക്കിലാണ്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. യാതനകൾ നിറഞ്ഞ കോവിഡ് കാലത്തിന്റെ ഓർമ്മകൾ മലയാളികൾ മറന്നു തുടങ്ങിയിട്ടില്ലല്ലോ. പ്രാണവായുവിനായി നട്ടം തിരിഞ്ഞ കാലത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഒരു ഓക്സിജൻ പ്ലാന്റിന് തുടക്കം കുറിച്ചു. ആ കാണുന്നതാണ് ഈ കെട്ടിടം. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കോടികളാണ് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത്. ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് ഓക്സിജൻ പ്ലാന്റിനെ സമാഹരിച്ചത് 3.5 കോടി രൂപയാണ്. പിന്നീട് കെട്ടിടം വൈദ്യുതിവൽക്കരിക്കാനും ഉപകരണങ്ങൾ വാങ്ങാനുമായി വീണ്ടും പണം ചിലവായി. എന്നാൽ പണം മുടക്കിയവർക്കൊന്നും ഈ പ്ലാന്റ് കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. വളരെ പ്രതീക്ഷയോടുകൂടി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി അത് പ്രവർത്തികമാവുകയാണെങ്കിൽ ഒരു 2-3 ജില്ലകൾക്ക് ഓക്സിജൻ വിതരണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് ആവശ്യമായ ഓക്സിജൻ ഒക്കെ കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തിപ്പിക്കണം. പ്ലാന്റ് നിർമ്മിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് തടസ്സങ്ങൾക്ക് കാരണമെന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ വാദം. നടത്തിപ്പുകാരെ കണ്ടെത്താൻ കഴിയാത്തത് അധികൃതർ തുടരുന്ന അലംഭാവത്തിന്റെ ഉദാഹരണമായി മാറുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ മെല്ലെപ്പോക്കിന് പിറകിൽ സ്വകാര്യ കുത്തകകളുടെ ഇടപെടലാണെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ഉപകരണങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ഇൻസ്പെക്ഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതെന്ന് പറയേണ്ടതും ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ അധികാരികൾ തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാണിച്ച ഈ ഓക്സിജൻ പ്ലാന്റ് ഭരണസമിതി ചുമതല ഒഴിയുന്നതിന് മുൻപേ തന്നെ അസ്ഥികൂടമാവുമോ എന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. കേവലം വാഗ്ദാനങ്ങളും കോടികളുടെ കണക്കുമല്ല, പ്രവർത്തിച്ചു കാണിപ്പിക്കുന്നതാണ് അധികാരികളുടെ മിടുക്ക്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.